പാഞ്ചാല മഹാരാജാവായ ദ്രുപദൻ തന്റെ ഒരേയൊരു മകനായ നിരമിത്രകുമാരനുമായി ദശാർണ രാജകുമാരിയുടെ മാംഗല്യം നിശ്ചയിക്കും. പക്ഷേ വിവാഹരാത്രി കോതിക്കാച്ചി വെള്ളത്തിൽ താഴ്ത്തിയ പൊന്നുപോലെ രാജകുമാരി തണുത്തുറഞ്ഞിറങ്ങിപ്പോയി. അതിന്റെ കാരണമാണ് ആത്മീയകം വായനക്കാരനു നൽകുന്ന ആദ്യത്തെ ഞെട്ടൽ. ദശാർണം അപമാനിക്കപ്പെട്ടു. ജന്മദോഷം കൊണ്ട് കുലം തേണ്ടി മുടിച്ച മകനെ പെറ്റുപോറ്റി വളർത്തിയതിനുള്ള ശിക്ഷയായി പുരുഷനാണോ നീ എന്ന ചോദ്യം മകനോട് ആവർത്തിച്ചുകൊണ്ട് ദ്രുപദൻ പ്രചണ്ഡമായ വേഗത്തോടെ അമ്മയെ ഭോഗിക്കുന്നത് നിരമിത്രനെ നോക്കി നിൽക്കേണ്ടി വന്നു. അത് ആ അമ്മയ്ക്കും മകനുമുള്ള മഹാരാജാവിന്റെ ശിക്ഷയായിരുന്നു. തന്റെ അസ്തിത്വം ചോദ്യം ചെയ്ത പിതാവിന് മുന്നിൽ അപമാനഭാരത്താൽ തലകുനിഞ്ഞുപോയ നിരമിത്രകുമാരൻ പാഞ്ചാലത്തിൽ നിന്നും കൂടുവിട്ടിറങ്ങി ആത്രേയകത്തിന്റെ ഔഷധ ശിഖരങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. അപമാനിക്കപ്പെട്ട ദശാർണം പാഞ്ചാലവുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നു. അതൊഴിവാക്കാൻ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നു: രാജകുമാരൻ പുരുഷനാണെന്ന് തെളിയിക്കണം. പാഞ്ചാലം അത് നേടിയെടുത്തത് ആത്രേയകത്തിലെ വൈദ്യമുത്തച്ഛൻ ചൂടകന്റെ കൊച്ചുമകൾ